ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വിസ് ആൻഡ് ഗസ്. 2025 റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ എത്ര സമയം എടുത്തു? ഉത്തരം 2 വർഷവും 11 മാസവും 18 ദിവസവും. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം BR അംബേദ്കർ. ഇന്ത്യയുടെ ഭരണഘടനയിൽ ആദ്യകാലത്ത് എത്ര ആധാരം അഥവാ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? ഉത്തരം 395. രാജ്പാത്തിൽ ആദ്യമായിട്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡ് ഏതു വർഷം നടന്നു? ഉത്തരം 1955. ന്യൂഡൽഹിയിലുള്ള റിപ്പബ്ലിക് ദിന പരേഡിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഭരണഘടനയിൽ എത്ര അടിസ്ഥാന അവകാശങ്ങൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം 6. ഇന്ത്യയുടെ ദേശീയ ഗാനം ആരാണ് എഴുതിയത്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസിദ്ധമായ പ്രസംഗം ആരാണ് നടത്തിയത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭാഷയെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടാൻ കുറഞ്ഞത് എത്ര വയസ്സാണ് വേണ്ടത്? ഉത്തരം 35 വയസ്സ്. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം ചക്രവർത്തി രാജഗോപാലാചാരി. ദേശീയ പതാകയിൽ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വികസനം. ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ എത്ര ഭാഷകൾ അംഗീകരിച്ചിരിക്കുന്നു? ഉത്തരം 22. ഇന്ത്യയുടെ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? ഉത്തരം 8. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഭരണഘടനാ ദിനം ഏത് തീയതിയാണ് ആചരിക്കുന്നത്? ഉത്തരം നവംബർ 26. ഡോക്ടർ അംബേദ്കറിൻ്റെ ആത്മകഥയായി പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം വെയിറ്റിംഗ് ഫോർ എ വിസ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പ്രശസ്തമായ പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ഇരുമ്പു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 1950 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രധാന അതിഥി ആരായിരുന്നു? ഉത്തരം ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. റിപ്പബ്ലിക് ദിന പരേഡിൽ ദേശീയ പതാക ഉയർത്തിയ ആദ്യത്തെ വനിത ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ഏത് രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണ് ഇന്ത്യയുടെ പതാകയുടെ ഡിസൈൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. റിപ്പബ്ലിക് ദിനത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പൊതുജന പുരസ്കാരം ഏതാണ്? ഉത്തരം ഭാരതരത്ന. ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രസിദ്ധമായ വാചകത്തോടുകൂടി റിപ്പബ്ലിക് ദിനത്തിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഭാരതത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഔദ്യോഗികമായി അവസാനിക്കുന്നത് എന്തിലൂടെയാണ്?
ഉത്തരം ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ്. നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.